പ്രകാശവർണ്ണങ്ങളും ചായങ്ങളും വളരെ സിമ്പിൾ ആണ്, പക്ഷെ പലരും തെറ്റിക്കുന്ന കുറച്ച് സംഗതികൾ ഇവിടെയുണ്ട്. ഇതൊന്ന് ബൈഹാർട്ടാക്കി വെക്കുക. ബൈഹാർട്ടാക്കുക മീൻസ് തമ്മിൽ തെറ്റിപ്പോകാതെ കാര്യങ്ങളൊന്ന് ഉറപ്പിച്ച് വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിസംബർ 20 നിങ്ങൾക്ക് എൻട്രിയുടെ ഓഫർ ഡേ ആണ്. ഇന്ന് എൻട്രിയുടെ കോഴ്സുകൾ നോർമൽ ബാച്ചും അതേപോലെ തന്നെ ഗോൾഡ് ബാച്ച് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ ഈ ഡിസംബർ 21 ആരംഭിക്കുന്ന എന്റെ ഗോൾഡ് ബാച്ചിന്റെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഉണ്ട്, അതും നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറക്കാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് ദർപ്പണങ്ങളെ കുറിച്ചാണ്. ദർപ്പണങ്ങൾ കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവിടെ കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഓരോ ചാപ്റ്ററുകളിലായിട്ട് ഇത് കിടക്കുന്നുണ്ട്. അവിടെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗാണ് കോൺകേവ് മിറർ അഥവാ അവതല ദർപ്പണം. അറിയാലോ, അവതല ദർപ്പണം. ഈ കോൺകേവ് മിറർ അഥവാ അവതല ദർപ്പണം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗാണ് ഇത്. രക്ഷയില്ലാത്ത സയൻസുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകൾക്കാണ്, അല്ലാത്തവർക്ക് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സയൻസുമായിട്ടൊന്നും ബന്ധമില്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്ന ട്യൂണിലൊന്നും എൻ്റെ കൂടെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ കോൺവെക്സ് എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, കോൺകേവ് മിററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയലോഗാണ്. ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയാം. ഒരു ടോർച്ച് ലൈറ്റും ഒരു സെർച്ച് ലൈറ്റും ഒരു ഹെഡ് ലൈറ്റും. എന്തൊക്കെയാ? ടോർച്ച് ലൈറ്റും ഒരു സെർച്ച് ലൈറ്റും ഒരു ഹെഡ് ലൈറ്റും. 3 ടോർച്ച് ലൈറ്റും സെർച്ച് ലൈറ്റും ഹെഡ് ലൈറ്റും. എന്നോട് പറയാം, ഒരു ടോർച്ച് ലൈറ്റും ഒരു സെർച്ച് ലൈറ്റും ഒരു ഹെഡ് ലൈറ്റും. പിന്നെ ഒരു പ്രതിഫലന ദൂരദർശിനി ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ഒരു പ്രതിഫലന ദൂരദർശിനി. ടോർച്ച് ലൈറ്റും സെർച്ച് ലൈറ്റും ഹെഡ് ലൈറ്റും പിന്നെ ഒരു പ്രതിഫലന ദൂരദർശിനി ഉണ്ടെങ്കിൽ ENTക്ക് മാത്രമൊന്നുമല്ല, ആർക്കും അവൻ്റെ തല ഷേവ് ചെയ്യാം. അതായത് ENTക്ക് മാത്രമല്ല, ആർക്കും അവൻ്റെ തല എന്ത് ചെയ്യാം? ഷേവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഡയലോഗ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ടോർച്ച് ലൈറ്റും ഒരു സെർച്ച് ലൈറ്റും ഒരു ഹെഡ് ലൈറ്റും പിന്നെ ഒരു പ്രതിഫലന ദൂരദർശിനി ഉണ്ടെങ്കിൽ ENTക്ക് മാത്രമൊന്നുമല്ല, ആർക്കും അവൻ്റെ തല ഷേവ് ചെയ്യാം. അതിൽ നിന്ന് അവൻ്റെ തല നോക്കി ഏതാ? അവൻ്റെ തലയും എടുത്തിട്ട് ഇൻ്റെ അങ്ങ് വെട്ടി എന്ത് കിട്ടും നിങ്ങൾക്ക്? അവതല കിട്ടും. ഈ അവതല ദർപ്പണം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ഈ ഡയലോഗിൽ ബാക്കി തീർത്തും. എന്തൊക്കെയാണ്? 1 ടോർച്ച് ലൈറ്റിൽ, 2 സെർച്ച് ലൈറ്റിൽ, 3 ഹെഡ് ലൈറ്റിൽ. ടോർച്ച് ലൈറ്റിലും സെർച്ച് ലൈറ്റിലും ഹെഡ് ലൈറ്റിലുകളൊക്കെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് മിററാണ്. ടോർച്ച് ലൈറ്റിലെ റിഫ്ലക്ടർ ഒരു ചോദ്യം, സെർച്ച് ലൈറ്റുകളിലെ റിഫ്ലക്ടർ മറ്റൊരു ചോദ്യം, വാഹനങ്ങളുടെ മറ്റും ഹെഡ് ലൈറ്റുകളിലെ റിഫ്ലക്ടർ, ഇതിനൊക്കെ ഉത്തരം എന്താണ്? കോൺകേവ് മിററാണ്. അതായത് പ്രകാശത്തെ കേന്ദ്രീകരിക്കും അല്ലെ, ഇതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇത് പരുക്കൻ കാണിക്കാനാണ്. മിനുസമുള്ള ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും. അവതാളത്തിലായ തല, മിനുസമുള്ള ഭാഗം തലഭാഗാന്ന് വിചാരിച്ചോ, അത് അവതാളത്തിലായി കിടക്കുകയാണ്. അതാണ് അവതല ദർപ്പണം. ദെൻ ഉത്തല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് പരുക്കനായിട്ടുള്ള ഭാഗം, ഇതാണ് മിനുസമായിട്ടുള്ള ഭാഗം. മിനുസമായിട്ടുള്ള ഭാഗം ഇതാണ് തലഭാഗം എന്ന് വിചാരിച്ചോ, അത് ഉന്തിക്കിടക്കും. ഉന്തിയ തല, അതാണ് ഉത്തല എന്ന് വിചാരിച്ചോ. ഉത്തല ദർപ്പണം ഇതും അവതല ദർപ്പണം ഇതുമാണ്. അപ്പോൾ ഇവിടെ പ്രകാശരശ്മി വരുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിയത്? എങ്ങനെ വരുന്ന പ്രകാശരശ്മി ഇത് ഇങ്ങോട്ടേക്ക് വന്നു, ഇതാ വരുന്ന ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെയൊക്കെ പ്രകാശരശ്മികൾ എന്താ ചെയ്യുന്നത്? കേന്ദ്രീകരിക്കുകയാണ്, സംവ്രജിപ്പിക്കുകയാണ്. പ്രത്യേക ബിന്ദുവിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക ഏരിയയിലേക്ക് സംവ്രജിപ്പിക്കും. അതേസമയം കോൺവെക്സ് എന്താ ചെയ്യാൻ നോക്കുക? കോൺവെക്സിലാണെങ്കിൽ ഒരു പ്രകാശരശ്മി ഇതാ വരുന്നു, ഇതാ പോയിക്കുക, ഇതാ വന്നിക്ക, ഇതാ പോയിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പ്രകാശത്തെ വിവ്രജിപ്പിക്കുകയാണ്. ഓക്കെ, മറ്റത് സംവ്രജിപ്പിക്കുന്നു, അടുപ്പിക്കുന്നു, ഇത് വിവ്രജിപ്പിക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? പ്രകാശത്തെ കേന്ദ്രീകരിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ എന്ത് വേണം? കോൺകേവ് ആണ്. അപ്പോൾ ടോർച്ച് ലൈറ്റ് അടിക്കുന്നിടത്ത് കിട്ടണ്ടേ? സെർച്ച് ലൈറ്റ് കിട്ടണ്ടേ? വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റ് ആ റോഡിൽ മാത്രമായിട്ട് കിട്ടണ്ടേ? അപ്പോൾ ഇവിടെയൊക്കെ പ്രകാശത്തെ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കണം, സംവ്രജിപ്പിക്കണം. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കും? യെസ്, കോൺകേവ് മിറർ ഉപയോഗിക്കും. അപ്പോൾ ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റ്, ഹെഡ് ലൈറ്റ് എന്നിവയിൽ റിഫ്ലക്ടർ ഏതാണ്? കോൺകേവ് മിറർ ആണ്. അടുത്ത പോയിന്റ് എന്താ? ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റ്, ഹെഡ് ലൈറ്റ് പിന്നെ ഒരു പ്രതിഫലന ദൂരദർശിനി. ദൂരദർശിനി അഥവാ ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ലെൻസാണ്. പൊതുവെ കോൺവെക്സ് ലെൻസാണ്. ഇതെന്താ? പ്രതിഫലന ദൂരദർശിനി, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. റിഫ്ലക്ഷനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ പ്രതിഫലന ദൂരദർശിനിയിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണ്. ഏത് ദർപ്പണമാണ്? കോൺകേവ് മിറർ ആണ്. ഓക്കെ, അപ്പോൾ പ്രതിഫലന ദൂരദർശിനിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രതിഫലന ദൂരദർശിനി ഉണ്ടെങ്കിൽ ENTക്ക് മാത്രമൊന്നല്ല, ENT മാത്രമൊന്നല്ല, വേറെ ആരുണ്ട്? ഡെന്റിസ്റ്റ് ഉണ്ട്. ENT ഡോക്ടർമാർ
ഡെന്റിസ്റ്റുകൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് മിറർ ഉപയോഗിക്കുന്നില്ലേ? അത് ഏതാണ്? കോൺകേവ് ആണ്. അപ്പോൾ ENT ആണെങ്കിൽ ഇയർ, നോസ്, ത്രോട്ട് ഇതിൻ്റെ ഒക്കെ ഉൾഭാഗം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സാധനം ഇല്ലേ, അവരൊക്കെ കയ്യിൽ കണ്ടില്ലേ നിങ്ങൾ? ആ ഹെഡ് മിറർ എന്താണ്? കോൺകേവ് ആണ് അല്ലേ? ഡെന്റിസ്റ്റുകൾ പല്ല് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ്. അപ്പോൾ ENT ഡോക്ടർമാർ, ഡെന്റിസ്റ്റുകൾ ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ഏത് തരം ദർപ്പണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺകേവ് മിറർ അഥവാ അവതല ദർപ്പണമാണെന്ന് ഓർത്ത് വെക്കുക. ENTക്ക് മാത്രമൊന്നല്ല, ആർക്കും. എന്താ അത്? ചോദ്യമാണ്. ആർക്ക് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഏത് തരം ദർപ്പണ? കോൺകേവ് ആണ്. ആർക്ക് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരം സെർച്ച് ലൈറ്റുകളാണ്, സെർച്ച് ലാമ്പുകളാണ്. ആർക്ക് ലാമ്പിൽ ഉപയോഗിക്കുന്നത് ഏത് തരം ദർപ്പണമാണ്? കോൺകേവ് മിറർ ആണ്. ആർക്കും അവന്റെ തല നമ്മൾ പറഞ്ഞു അവതല ദർപ്പണം ഓർമ്മിക്കാനാണ്. ഷെയ്വ് ചെയ്യാം, ഷെയ്വിങ് മിറർ. ഓക്കെ, നമ്മൾ എന്ത് കഷ്ണം കണ്ണാടി ഇട്ടാലും ഷെയ്വ് ചെയ്യാം, വേറെ കാര്യം. കോൺവെക്സ് ആയാലും പ്ലെയിൻ ആയാലും ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ പൊതുവെ ഷെയ്വിംഗ് മിറർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏതാണ്? കോൺകേവ് ആണ്. കുറച്ച് വലുതായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഷെയ്വിംഗ് മിറർ, മേക്കപ്പ് മിറർ കൂടെ അതിൻ്റെ കൂടെ ഓർമ്മിച്ചോ. അപ്പോൾ ഇവിടെയൊക്കെ എന്താ, മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുയ്യൊക്കെ ഇങ്ങനെ വലുതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അടയ്ക്കാൻ പറ്റും അല്ലേ, പുട്ടിയിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പോൾ കോൺകേവ് മിററാണ്. ഷേവിംഗ് മിററായിട്ടും മേക്കപ്പ് മിററായിട്ടും ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് മിറർ അഥവാ അവതല ദർപ്പണമാണ്. അപ്പോൾ ഇതൊക്കെ കോൺകേവ് മിറർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. സോളാർ കുക്കറുകളിൽ ഉപയോഗിക്കുന്നത് ഏത് തരം ദർപ്പണമാണ് ചോദിക്കാറുണ്ട്. സോളാർ ഫർണേസുകളിൽ അല്ലെങ്കിൽ സോളാർ കുക്കറുകളിലൊക്കെ പ്രയോജനപ്പെടുത്തുക പ്രകാശത്തെ കേന്ദ്രീകരിക്കണ്ടേ? അപ്പോൾ അതിനെന്താ ഉപയോഗിക്കുക? കോൺകേവ് മിറർ ആണ്. പക്ഷെ വൻകിട സോളാർ ഫർണേസുകളൊക്കെ ആകുമ്പോൾ അത് പരാബോളിക് മിറർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഒന്നുകിൽ കോൺകേവ് മിറർ എന്നുണ്ടാവും, അല്ലെങ്കിൽ പരാബോളയുടെ ആകൃതിയില്ലേ, പരാബോളിക് മിറർ. സംഭവം ഇത് തന്നെയാണ്, കോൺകേവ് മിറർ. ഓക്കെ, അപ്പോൾ പരാബോളിക് മിറർ എന്നുണ്ടാവും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കോൺകേവ് മിറർ അഥവാ അവതല ദർപ്പണമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ്? കോൺവെക്സിലേക്ക് പോകണം നമുക്ക്. നമ്മൾ കോൺകേവ് മിററിന്റെ പറഞ്ഞ കാര്യങ്ങളാണ്. ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റ്, ഹെഡ് ലൈറ്റ് എന്നിവയിൽ റിഫ്ലക്ടർ. പിന്നെ പ്രതിഫലന ദൂരദർശനിൽ ഉപയോഗിക്കുന്നു, ENT ഡോക്ടർമാർ ഉപയോഗിക്കുന്നു. പിന്നെ ആർക്ക് ലാമ്പിൽ ഉപയോഗിക്കുന്നു, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു മേക്കപ്പ് മിററായി ഉപയോഗിക്കുന്നു. ENT കൂടാതെ ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഏതാണ്? കോൺകേവ് മിററാണ്. ഇനി കോൺവെക്സ് മിറർ അഥവാ ഉത്തല ദർപ്പണം. നേരത്തെ പറഞ്ഞാണ് പ്രകാശത്തെ വിവ്രജിപ്പിക്കും, പരമാവധി സ്ഥലത്തേക്ക് തെറിപ്പിക്കുകയാണ് ചെയ്യുക. പ്രകാശം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് തെറിപ്പിച്ചു വിടും. അപ്പോൾ എന്താണ്? യെസ്, മാക്സിമം സ്ഥലത്തേക്ക് കിട്ടേണ്ടടുത്തൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക? കോൺവെക്സ് അഥവാ ഉത്തല ദർപ്പണമാണ്. നോക്കിയേ, തെരുവ് വിളക്കുകളിലെ റിഫ്ലക്ടർ. നേരത്തെ സെർച്ച് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, അതേപോലെ തന്നെ എന്താണ് ടോർച്ച് ലൈറ്റ്, അവിടെയൊക്കെ പ്രകാശത്തെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കണം. അതേസമയം തെരുവ് വിളക്കിൽ നമുക്ക് മാക്സിമം ദൂരത്തേക്ക് കിട്ടിയല്ലേ വേണ്ടിയത്. അപ്പോൾ അവിടെ കോൺവെക്സ് ഉപയോഗിക്കുന്നു. തെരുവ് വിളക്കുകളിലെ റിഫ്ലക്ടർ ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. പിന്നെ വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ, പിൻഭാഗ ദൃശ്യങ്ങൾ അല്ലെ, വാഹനങ്ങളിലെ സൈഡ് കണ്ടില്ലേ മിറർ, അപ്പം പിൻഭാഗ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള റിയർ വ്യൂ മിറർ എന്നാണ് അതിന് പറയാം. വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ ഏതാണ്? കോൺവെക്സ് ആണ്. പിന്നെയോ സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ ഇവിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് മിറർ ആണ്. ഇപ്പം അങ്ങനെ ഇല്ലേ, ഇപ്പം എല്ലായിടത്തിലും CCTVയും കാര്യങ്ങളൊക്കെ അല്ലേ, ഫുൾ സെറ്റപ്പ് ആയില്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഷോപ്പിംഗ് മാളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ എന്തുണ്ടാവും? കോൺവെക്സ് മിറർ ഉണ്ടാവും. അപ്പോൾ ഒരു വലിയൊരു കോൺവെക്സ് മിറർ വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്ക് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഏരിയയിലുള്ള സംഭവങ്ങളൊക്കെ അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ ഇവിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഏതുതരം ദർപ്പണമാണ്? കോൺവെക്സ് മിറർ അഥവാ ഉത്തല ദർപ്പണം. പിന്നെയോ ഹെയർപിൻ വളവുകളുള്ള റോഡുകളിൽ ഉപയോഗിക്കുന്ന, നല്ല കൊടും വളവുകളുള്ള റോഡുകളിൽ വെക്കും അല്ലേ. നല്ലൊരു വളവ് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടേ ഗംഭീര വളവാണ്. അപ്പോൾ ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ചുരങ്ങളിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, അവിടങ്ങളിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഹെയർപിൻ വളവുകളുള്ള അല്ലെങ്കിൽ കൊടും വളവുകളുള്ള റോഡുകളിൽ ഉപയോഗിക്കുന്നത് ഉത്തല ദർപ്പണം അഥവാ കോൺവെക്സ് മിറർ ആണ്. കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെ കോൺവെക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് കോഡിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ രക്ഷയില്ലെങ്കിൽ കോഡ് ഇവിടുന്ന് ഉണ്ടാക്കിയാൽ എന്താണ്? തെരുവിൽ നിങ്ങൾ വാഹനങ്ങളിൽ ഇരിക്കുകയാണ് കേട്ടോ, തെരുവിൽ വാഹനത്തിലിരിക്കുകയാണ്. അപ്പോൾ ഹെയർ ഭയങ്കര സൂപ്പറായിരിക്കും. തെരുവിൽ വാഹനത്തിലിരുന്ന് കണ്ണാടി നോക്കിയാൽ ഹെയർ ഭയങ്കര സൂപ്പറായിട്ട് തോന്നുന്ന പോലെ ചിന്തിച്ചാൽ ഇത് മാറിപ്പോകാതെ ഓർമ്മിക്കാം. പക്ഷെ അതിനാവശ്യമില്ല, ഏതെങ്കിലും ഒന്നിൻ്റെത് മതിയല്ലോ. മറ്റത് ക്ലിയർ ആണെങ്കിൽ ബാക്കിയുള്ളൊക്കെ ഇവിടെ ചാർത്തി കൊടുത്താൽ മതി. കോൺകേവിൽ അത്രയൊക്കെയാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കോൺവെക്സ് മിറർ അഥവാ ഉത്തല ദർപ്പണം. ഇനി പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം. സമതലം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു കോൺകേവ് ആണെങ്കിൽ മിനുസമുള്ള ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും, കോൺവെക്സ് ആണെങ്കിൽ മിനുസമുള്ള ഭാഗം പുറത്തേക്ക് തള്ളി കിടക്കും. പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണമാണെങ്കിൽ പ്ലെയിൻ ആയിരിക്കും, ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടുണ്ടാവില്ല, പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവില്ല, സമതലമായിരിക്കും.
പ്ലെയിൻ ആയിരിക്കും. ഇതാണ് പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം. ഇവിടെയും ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മുഖക്കണ്ണാടിയായി ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോൺകേവ് കണ്ടാലും കോൺവെക്സ് കണ്ടാലും പ്ലെയിന് കണ്ടാലും ഒക്കെ മുഖം നോക്കും, അത് വേറെ കാര്യം അല്ലേ. നിർത്തിയിട്ട കാറിന്റെ മുന്നിൽ പോയി നടക്കാം മുഖം നോക്കും നമ്മള്, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ പ്ലെയിൻ മിറർ, മുഖക്കണ്ണാടി ഏതാന്ന് ചോദിച്ചാൽ പ്ലെയിൻ മിറർ, നമ്മൾ സാധാരണ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണമാണ്. മുഖക്കണ്ണാടിയായി ഉപയോഗിക്കുന്നു. കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലേക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സാധനമായിരിക്കും, ഓർമ്മയില്ലേ, കാലിഡോസ്കോപ്പ്. അപ്പോൾ ആ കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. പ്ലെയിൻ മിറേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ള കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. പിന്നെയോ പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. ഉപരിതല കാഴ്ചകൾ കാണാനുള്ള സംവിധാനമാണ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ഏതാണ്? പ്ലെയിൻ മിററാണ്. അപ്പം മുഖക്കണ്ണാടിയായി ഉപയോഗിക്കുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞതാണ് കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. മൂന്നാമത് എന്താ പറഞ്ഞത്? പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഏതാണ്? പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണമാണ്. അപ്പോൾ ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും ചോദ്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി പ്രകാശവർണ്ണങ്ങളും ഛായങ്ങളും വളരെ സിമ്പിൾ ആണ്, പക്ഷെ പലരും തെറ്റിക്കുന്ന കുറച്ച് സംഗതികൾ ഇവിടെയുണ്ട്. ഇതൊന്ന് ബൈഹാർട്ടാക്കി വെക്കുക. ബൈഹാർട്ടാക്കുക മീൻസ് തമ്മിൽ തെറ്റിപ്പോകാതെ കാര്യങ്ങളൊന്ന് ഉറപ്പിച്ച് വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രകാശവർണ്ണങ്ങളുടെ കാര്യവും ഛായങ്ങളുടെ കാര്യവും നല്ല വ്യത്യാസമുണ്ട്. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണം, നിങ്ങൾക്കറിയാം പ്രാഥമിക വർണ്ണം, ദ്വിതീയ വർണ്ണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പ്രാഥമിക വർണ്ണം എന്ന് പറയുമ്പോൾ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ ഇത് ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ ഉണ്ടാക്കാം. അതാണ് പ്രാഥമിക വർണ്ണം എന്ന് പറയുന്നത്. ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണെന്ത്? ദ്വിതീയ വർണ്ണങ്ങൾ. ഏതെങ്കിലും രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ വീതം ചേർത്ത് ഉണ്ടാക്കുന്ന വർണ്ണത്തെയാണ് എന്ത് വിളിക്കുക? ദ്വിതീയ വർണ്ണം അഥവാ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുക. പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും. അപ്പം പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പച്ച, നീല, ചുവപ്പ് അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ് പ്രകാശവർണ്ണങ്ങൾ. പ്രാഥമികം ഏതൊക്കെയാണ്? പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് പച്ച, നീല, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾക്ക് പനിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുക. പ്രാഥമിക വർണ്ണങ്ങൾക്ക് പനിച്ചു, അതെ, പ, നീ, ചു, പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ. ദെൻ പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ ഏതെങ്കിലും രണ്ട് വീതം പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വർണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദ്വിതീയ വർണ്ണം എന്ന് പറയുക, സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുക. ഓക്കെ, മഞ്ഞ, മജന്ത, സിയാൻ. മഞ്ഞ, മജന്ത, സിയാൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. മഞ്ഞ, മജന്ത, സിയാൻ. സിയാൻ അല്ലെങ്കിൽ സയൻ എന്നൊക്കെ പറയട്ടോ, CYAN. സിയാൻ അല്ലെങ്കിൽ സയൻ. മഞ്ഞ, മജന്ത, സിയാൻ എന്നിവയാണ് പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ. അത് ഏതൊക്കെ ചേർന്നിട്ടാ ലഭിക്കുന്നതെന്നോട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ സരിഗമ പദനിസ ചെല്ലുന്ന പോലെ അങ്ങ് ചെല്ലിയാൽ മതി. പ്രാഥമിക വർണ്ണങ്ങൾക്ക് പനിച്ചത് കൊണ്ട് സരിഗമ പദനിസ ചെല്ലുന്നതിലൊക്കെ ചെറിയ താളപ്പിഴവൊക്കെ ഉണ്ട്. ഇതുണ്ടോ, സരിഗമ പദനിസയ്ക്ക് വേറെ എന്താ ചെല്ലിയത്? പച്ചുമ, ചുനിമ, പനീസ എന്നാണ്. സരിഗമ പദനിസയ്ക്ക് വേറെ ഇങ്ങനെ പറയാം കേട്ടോ, പച്ചുമ, ചുനിമ, പനിസ എന്ന് പറഞ്ഞേ. പറയടോ, എന്താടോ പറഞ്ഞാല് പറ. പച്ചുമ, ചുനിമ, പനിസ. പച്ചുമ, ചുനിമ, പനിസ. പച്ചുമ പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ, പച്ചുമ. ചുനിമ, ചുവപ്പും നീലയും ചേർന്നാൽ മജന്ത. ചുവപ്പും നീലയും ചേർന്നാൽ ചുനിമ, മജന്ത. അപ്പൊ രണ്ടും മായല്ലേ. ഇതിൽ ഏതാ മഞ്ഞ ഏതാ മജന്ത? മാറിപ്പോവോ? ഇല്ല, കാരണം പണ്ടേ അറിയുന്ന മഞ്ഞയല്ലേ, അത് ആദ്യം തന്നെ. രണ്ടാമത്തത് മജന്ത നമ്മൾ 7ാം ക്ലാസ് കേട്ട് തുടങ്ങിയതാണ്. ഓക്കെ, ചുനിമ. അപ്പൊ പച്ചുമ പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ, ചുനിമ ചുവപ്പും നീലയും ചേർന്നാൽ മജന്ത. പനീസ, പച്ചയും നീലയും ചേർന്നാൽ സയൻ അല്ലെങ്കിൽ സിയാൻ. പച്ച നീല ചേർന്നാൽ എന്താണ്? സിയാൻ അല്ലെങ്കിൽ സയൻ വർണ്ണം കിട്ടും. അപ്പൊ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ, മജന്ത, സിയാൻ. കിട്ടുന്നത് പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ, പച്ചുമ. ചുവപ്പും നീലയും ചേർന്നാൽ മജന്ത, ചുനിമ. ദെൻ സിയാൻ, പനീസ. പച്ചയും നീലയും ചേർന്നാൽ സിയാൻ, അതാണ് പനീസ. അപ്പൊ അതാണ് പ്രകാശത്തിന്റെ കാര്യം. ഇനി ഇതിന് നേരെ വിപരീതമാണോ ഛായങ്ങളുടെ കാര്യം. പ്രകാശത്തിന്റെ പ്രാഥമികം, ഛായങ്ങളുടെ കാര്യത്തിൽ ദ്വിതീയം. പ്രകാശത്തിന്റെ ദ്വിതീയം, ഛായങ്ങളുടെ കാര്യത്തിൽ പ്രാഥമികം. അപ്പം പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ പച്ചയും നീലയും ചുവപ്പും അല്ലേ പഠിച്ചത്. അപ്പൊ അതെന്തായിരിക്കും? ദ്വിതീയ ഛായങ്ങളായിരിക്കും. ഇനി പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാ പഠിച്ചത്? മഞ്ഞയും മജന്തയും സിയാനും അല്ലേ പഠിച്ചത്. അപ്പൊ അത് ഛായങ്ങളുടെ കാര്യത്തിൽ പ്രാഥമിക ഛായങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ പ്രകാശവർണ്ണങ്ങളുടെ കാര്യത്തിന് നേരെ വിപരീതം എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പം പ്രാഥമിക ഛായങ്ങൾ മഞ്ഞ, മജന്ത, സിയാൻ. ദ്വിതീയ ഛായങ്ങൾ
പച്ച, നീല, ചുവപ്പ്. നേരെ തിരിച്ചിട്ടാൽ മതി. കിട്ടിയല്ലോ. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പൊതുവെ പ്രാഥമിക ചായം ദ്വിതീയ ചായം ഇങ്ങനെയാണ് പറയാമെങ്കിലും ചിത്രകാരന്മാർ, പെയിന്റേഴ്സ് ഉണ്ടല്ലോ, അവര് പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത് മഞ്ഞയും മജന്തയും സിയനും അല്ല, മറിച്ച് മഞ്ഞ, നീല, ചുവപ്പ് എന്നിവയാണ്. ചിത്രകാരന്മാർ പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത് മനിച്ചു. ചിത്രകാരന്മാർ മനിച്ചു എന്നിട്ട് ഓർമ്മിച്ചാൽ മതി. മഞ്ഞ, നീല, ചുവപ്പ്. ചിത്രകാരന്മാരുടെ പ്രാഥമിക ചായങ്ങൾ മഞ്ഞ, നീല, ചുവപ്പ് എന്നിവയാണ്. ഓക്കെ, പൊതുവെ പ്രാഥമിക ചായങ്ങൾ മഞ്ഞ, മജന്ത, സിയാൻ. എന്നാൽ ചിത്രകാരന്മാർ പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത് മഞ്ഞ, നീല, ചുവപ്പ്. കാരണം ഈ 3 വർണ്ണങ്ങൾ പല രീതിയിൽ കൂട്ടിച്ചേർത്തിട്ടാണ് മറ്റ് വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവർ പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത് മഞ്ഞ, നീല, ചുവപ്പ്. ഇനി അവരുടെ ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയായിരിക്കും? മഞ്ഞയും നീലയും ചേർന്നാൽ കിട്ടുന്ന ഒന്നുണ്ടാവും, നീലയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന ഒന്നുണ്ടാവും, മഞ്ഞയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന ഒന്നുണ്ടാവും. അതായിരിക്കും അവരുടെ ദ്വിതീയ ചായങ്ങൾ. അപ്പൊ ചിത്രകാരന്മാരുടെ ദ്വിതീയ ചായങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പർപ്പിൾ, പച്ച, ഓറഞ്ച്. ഓക്കെ, ഏതൊക്കെയാ? പർപ്പിൾ, പച്ച, ഓറഞ്ച്. ഓക്കെ, അത് മാറിപ്പോവാൻ നോക്കുക. അപ്പൊ ചിത്രകാരന്മാർ മനിച്ചു. ചിത്രകാരന്മാരുടെ പ്രാഥമിക ചായങ്ങൾ മഞ്ഞ, നീല, ചുവപ്പ്. ചിത്രകാരന്മാരുടെ ദ്വിതീയ ചായങ്ങൾ ഏതൊക്കെയാണ്? പറമ്പിൽ പച്ച, ഓറഞ്ച് ആയിട്ട് വിചാരിച്ചാൽ മതി. പറമ്പിൽ പച്ച, ഓറഞ്ച്. കാരണം മറ്റവും കൂടി ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ആ 3 കളർ ഓർമ്മിക്കാൻ കോഡിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പറമ്പിൽ പച്ച, ഓറഞ്ച്. പറമ്പിൽ പർപ്പിൾ, പച്ച, ഓറഞ്ച്. പർപ്പിളും പച്ചയും ഓറഞ്ചുമാണ് ചിത്രകാരന്മാർ ദ്വിതീയ ചായങ്ങളായിട്ട് കണക്കാക്കുന്നത്. അതെങ്ങനെ, ഏതൊക്കെ ചേർന്നാൽ കിട്ടും എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കിയേ. നീലയും ചുവപ്പും ചേർന്നാൽ ഏതാണ്? പർപ്പിളാണ്. നീലയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണമാണ് ഏത്? പർപ്പിൾ. നീലയും ചുവപ്പും ചേർന്നാൽ പർപ്പിൾ. ദെൻ ചുവപ്പും മഞ്ഞയും ചേർന്നാൽ ഓറഞ്ച്. മഞ്ഞയും നീലയും ചേർന്നാൽ പച്ച. ഇതുകൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ അത് നിറങ്ങളുടെ കാര്യം കംപ്ലീറ്റ് ആവും. അപ്പം നീലയും ചുവപ്പും ചേർന്നാൽ ഏതൊക്കെയാണ്? പർപ്പിൾ. നീല, അല്ലേ? നീ ചുപ്പ് എന്നിട്ടാ പറഞ്ഞാൽ മതി. നീ ചുപ്പ് രഹോ എന്നൊക്കെ പറയില്ലേ, ഉണ്ടാണ്ടിരിക്കാൻ പറയാം. നീ ചുപ്പ്. ഓക്കെ, നീല, ചുവപ്പ്, പർപ്പിൾ. അപ്പൊ നീ ചുപ്പ്. നീല ചുവപ്പും ചേർന്നാൽ പർപ്പിൾ. പിന്നെ ചുവപ്പും മഞ്ഞയും ചേർന്നാൽ ഓറഞ്ച്. വേണമെങ്കിൽ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്. ചുമയോ, നിനക്ക് ചുമയാണോ എന്നുള്ള അർത്ഥത്തിലേ ചുമയോ എന്ന് ഓർമ്മിച്ചാൽ മതി. ചുമയോ. ചുവപ്പും മഞ്ഞയും ചേർന്നാൽ ഓറഞ്ച്. ഓറഞ്ച്. ചുവപ്പും മഞ്ഞയും ചേർന്നാൽ ഓറഞ്ച് ആണ് ലഭിക്കുന്നത്. ദെൻ മഞ്ഞയും നീലയും ചേർന്നാൽ പച്ചയാണ്. മഞ്ഞയും നീലയും ചേർന്നാൽ പച്ച. മന്നിപ്പോ, ക്ഷമിക്കാന്നൊക്കെ പറയില്ല നമ്മൾ. മന്നിപ്പ് എന്ന് പറയില്ലേ. അപ്പോൾ മഞ്ഞ നീലയും ചേർന്നാൽ പച്ച. അപ്പൊ അത് 3ഉം ഓർമ്മിക്കുക. അപ്പൊ പർപ്പിള്, ഓറഞ്ച്, പച്ച. പർപ്പിള്, പച്ച, ഓറഞ്ച്. ഇത് 3ഉമാണ് ദ്വിതീയ ചായങ്ങൾ. ആരുടെ? ചിത്രകാരന്മാരുടെ ദ്വിതീയ ചായങ്ങൾ. അപ്പം പൊതുവെ ഓർമ്മിച്ച് വെക്കുക, പ്രകാശത്തിന്റെ നേരെ വിപരീതമാണ് ചായങ്ങളുടെ കാര്യം. പ്രകാശ പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ ചായങ്ങൾ. പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ എന്താണ്? ചായങ്ങളുടെ കാര്യത്തിൽ പ്രാഥമിക ചായങ്ങളായിരിക്കും. ആ ഒരു സാധനം. പിന്നെ എന്നാൽ ചിത്രകാരന്മാരുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചിത്രകാരന്മാർ പ്രാഥമിക ചായങ്ങളായി കണക്കാക്കുന്നത് മഞ്ഞ, നീല, ചുവപ്പ്. ചിത്രകാരന്മാർ ദ്വിതീയ ചായങ്ങളായി കണക്കാക്കുന്നത് പർപ്പിൾ, പച്ച, ഓറഞ്ച്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത് മൊത്തം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കുന്ന ഒരു സാധനമാണ്. ചില പരീക്ഷകളിൽ ചായങ്ങളുടെ കാര്യം ചോദിച്ചിട്ട് പലരും പ്രകാശവർണ്ണത്തിന്റെ കാര്യം വെച്ചിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്, തെറ്റാറുണ്ട്. ഓക്കെ, അത് അത്രയും ഓർമ്മിക്കുക. ഇനി ഉത്തോലകങ്ങൾ. SCRT-യിൽ 6ാം ക്ലാസ്സിൽ ഒരു ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ്. അവിടെ പഠിച്ച് തുടങ്ങുന്നിടത്തിൽ ഒരു 6 എണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതും അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളോടെ കൂട്ടി ചേർത്ത് കൊണ്ട് നമ്മളിത് പഠിക്കണം. എക്സാമ്പിൾ മാത്രമേ ഞാനിപ്പം പറയുന്നുള്ളൂ. വിശദമായിട്ട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ആപ്പിൽ എടുത്തിട്ടുള്ളതാണ്. അവിടെ നമ്മൾ എന്താണ് ദാരം, രോധം, യത്നം എന്നും അതെങ്ങനെ വരണമെന്നും യാന്ത്രിക ലാഭത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ എക്സാമ്പിൾസ് മാത്രം ഒന്ന് പഠിക്കുക. 1ാം വർഗ ഉത്തോലകങ്ങൾ, ഫസ്റ്റ് ഓർഡർ ലിവേഴ്സ്. 1ാം വർഗ ഉത്തോലകങ്ങൾ. 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗം. ഇതിന്റെ എക്സാമ്പിൾ ആണ് സ്ഥിരം പരീക്ഷ ചോദിക്കുക. അപ്പൊ 1ാം വർഗ ഉത്തോലകങ്ങൾ എളുപ്പത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ ചൊല്ലുന്ന പോലെ ചൊല്ലി വെച്ചാൽ മതി. കോടൊന്നും ഉണ്ടാക്കണ്ട. വേണം കോടൊക്കെ ഉണ്ടാക്കിയ കോടൊക്കെ എൻ്റെ പുസ്തകത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ 3 വീത സ്പീഡിലങ്ങ് പറഞ്ഞാൽ മതി. ത്രാസ്, കത്രിക, കപ്പി. പറഞ്ഞോ. ത്രാസ്, കത്രിക, കപ്പി. പ്ലെയർ, പുള്ളർ, സ്പാനർ എന്ന് പറഞ്ഞേ. ത്രാസ്, കത്രിക, കപ്പി. പ്ലെയർ, പുള്ളർ, സ്പാനർ. പറഞ്ഞോ. ത്രാസ്, കത്രിക, കപ്പി. പ്ലെയർ, പുള്ളർ, സ്പാനർ. പിന്നെയോ ഈ സാധനം കൂടെ പറയാം.
ക്രോബാർ സീസോ, ക്രോബാർ സീസോ, ക്രോബാർ സീസോ, ക്രോബാർ സീസോ, ക്രോബാർ സീസോ. അറിയാലോ ക്രോബാർ എന്താ? ക്രോബാർ ഉണ്ടല്ലേ, ആണി വറക്കുന്ന ആ ഒരു സാധനം കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാവറ്റോ കൊളുത്തിയിട്ട് ആണി എടുക്കുന്നില്ല, അതാണ് ക്രോബാർ. സീസോ അറിയാലോ, കുട്ടികളെ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചല്ലേ, പണ്ട് സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെയല്ലേ, ബെഞ്ചിന്റെ കാലം കടിച്ച് ഒടിച്ച് കളയും, എന്നിട്ട് എന്ത് ചെയ്യും, അപ്പുറം നടുവിലൊരു സാധനം ഇട്ട് കൊടുക്കും, എന്നിട്ട് ഇപ്പുറം പ്രതാവ് പ്രബോധം, ആ പരിപാടി ഉണ്ടല്ലോ, അതാണ് സീസോ. അപ്പം ത്രാസ്, കത്രിക, കപ്പി, പ്ലെയർ, പുള്ളർ, സ്പാനർ, ക്രോബാർ, സീസോ 1ാം വർഗ ഉത്തോലകങ്ങൾക്കുള്ള എക്സാമ്പിൾസ് ആണ്. എന്തൊക്കെയാ? ഒന്ന് ത്രാസ്, തുലാത്രാസ്, കത്രിക സിസേഴ്സ്, കപ്പി അറിയാലോ, ത്രാസ്, കത്രിക, കപ്പി. ദെൻ പ്ലെയർ, കട്ടിംഗ് പ്ലെയർ, ഓക്കെ, കട്ടിംഗ് പ്ലെയർ അറിയാലോ, ഓക്കെ, കത്രിക പോലെ തന്നെ കട്ടിംഗ് പ്ലെയർ ഇങ്ങനെ ഇതുണ്ടാവും കേട്ടോ, അറിയാലോ, സംഭവം മനസ്സിലാക്കില്ലേ, കട്ടിംഗ് പ്ലെയർ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം കട്ടിംഗ് പ്ലെയർ നമ്മുടെ നാട്ടിലൊക്കെ, ചില നാട്ടിലൊക്കെ ചവണ എന്ന് പറയും യഥാർത്ഥത്തിൽ. പക്ഷേ ഇവിടെ PSC ചോദിക്കുമ്പോൾ ചവണ 3ാം വർഗത്തിലാണ് കാണുക. അവിടെ ചവണ എന്ന് പറയുന്ന സാധനം ടീസേഴ്സ് ആണ്. PSC ഉദ്ദേശിക്കുന്നത് SCERT ടെക്സ്റ്റിൽ ഉള്ളതും എന്താണ്? ടീസേഴ്സ് ആണ്. ചവണ, ടീസേഴ്സ്, ഇങ്ങനെയുള്ളൊരു സാധനം കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗം, എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഇറുക്കിയെടുക്കാനുള്ള ചെറിയ ഈ മറ്റേ സ്വർണ്ണപ്പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കും. അതാണ് ടീസേഴ്സ് അഥവാ ചവണ എന്ന് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പ്ലെയറിന് ചവണ എന്ന് പറയാറുണ്ട്, പക്ഷേ ഇവിടെ അത് കൺഫ്യൂഷൻ ആറുത്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. പ്ലെയറിന് PSC ചോദിക്കുമ്പോൾ പ്ലെയർ എന്ന് തന്നെ ഉണ്ടാവും, കട്ടിംഗ് പ്ലെയർ. അപ്പോൾ കട്ടിംഗ് പ്ലെയർ. പിന്നെ പുള്ളർ എന്നാ, പ്ലെയർ, പുള്ളർ, നെയിൽ പുള്ളർ, ഓക്കെ, നെയിൽ പുള്ളർ. അപ്പം കട്ടിംഗ് പ്ലെയർ, നെയിൽ പുള്ളർ, സ്പാനർ അറിയാലോ, പപ്പുവിന് ഓർമ്മ വരുമല്ലോ. പിന്നെ ക്രോബാർ, സീസോ. ക്രോബാർ ഞാൻ പറഞ്ഞു, ആണി പറിക്കുന്ന ക്രോബാർ, സീസോ അറിയാലോ. യെസ്, അപ്പോൾ ഇത്രയും സാധനങ്ങൾ 1ാം വർഗ ഉത്തോലകങ്ങൾ വരുന്നതാണ്. ത്രാസ്, കത്രിക, കപ്പി, പ്ലെയർ, പുള്ളർ, സ്പാനർ, ക്രോബാർ, സീസോ. കിട്ടൂലേ? ത്രാസ്, കത്രിക, കപ്പി, പ്ലെയർ, പുള്ളർ, സ്പാനർ, ക്രോബാർ, സീസോ. ഇതൊക്കെ എന്താണ്? 1ാം വർഗ ഉത്തോലകം, ഫസ്റ്റ് ഓർഡർ ലിവേഴ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ലിവേഴ്സ് നോക്കാം. 2ാം വർഗ ഉത്തോലകങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. സ്ഥിരം പരീക്ഷകളിൽ വരുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നുമില്ല, നിങ്ങളൊരു വെള്ളം അടിക്കുന്ന സീൻ ഓർമ്മിച്ചാൽ മതി. വോഡ്ക്കയാണ് അടിക്കുന്നത്. വോഡ്ക്ക അറിയാലോ, വെള്ള കളറിലെ അല്ലേ, അറിയാത്ത പോലെ കാണാത്ത പോലെയൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പം വോഡ്ക്ക കഴിക്കുമ്പോൾ പൊതുവെ ആൾക്കാർ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്നതാണ്, അത് ചെറുനാരങ്ങ വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവർ ബോട്ടിലിരുന്നിട്ടാണ് വെള്ളം അടിക്കുന്നത്. അപ്പോൾ അവർ വെള്ളം അടിക്കാൻ പോകുന്ന സമയത്ത് വോഡ്ക്കയെ ചേർക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയും വാങ്ങിയിട്ടുണ്ട്, പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയും വാങ്ങിയിട്ടുണ്ട്. വലിക്കുന്ന ആൾക്കാരാ. 2 പാക്കറ്റ് വിൽസും വാങ്ങിക്കും കേട്ടോ. വിൽസ് ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വിൽസ് പണ്ട് ഉണ്ടായിരുന്ന ഒരു സിഗരറ്റാണ്. ഓക്കെ, അപ്പോൾ 2 പാക്ക് വിൽസും നാരങ്ങയായിട്ട് ബോട്ടിലിരുന്ന് വെള്ളം അടിക്കുന്ന ഒരു സീന് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. 2 പാക്കറ്റ് വിൽസും പിന്നെ നാരങ്ങയായിട്ട് ബോട്ടിലിരുന്ന് വെള്ളം അടിക്കുന്ന ഒരു സീന് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 2ാം വർഗ ഉത്തോലങ്ങളൊക്കെ കിട്ടും. 2 പാക്ക് എന്ന് പറയാൻ കാരണം 2ാം വർഗം എന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ്. പാക്ക് എന്താണ്? പാക്ക് വെട്ടി. ഒരു പോയിന്റ് ഇതാണേ, എന്താണ്? പാക്ക് വെട്ടി. നട്ട് ക്രാക്കർ എന്ന് പറയും, നട്ട് അടക്ക പൊട്ടിക്കുന്ന, പാക്ക് വെട്ടി ഒന്ന്, പാക്ക് വെട്ടി. പിന്നെ വിൽസ്, എന്താണ്? വിൽസ് 2 ഉണ്ട്. വിൽബാരോ, വീൽ ചെയർ. വീൽസ് എന്തൊക്കെയാണ്? വീൽസ് ഉള്ളതുകൊണ്ട് പ്ലൂറലാന്ന് വിചാരിച്ചോ. വീൽസ്, വീൽബാരോ, അതേപോലെ തന്നെ വീൽ ചെയർ. വീൽബാരോ എന്ന് പറഞ്ഞാൽ മറ്റേതാണോ നമ്മളെ ഒറ്റച്ചക്ര ഉന്തുവണ്ടി, അർബാന എന്നൊക്കെ പറയുന്നില്ലേ, പേര് കേട്ടാൽ നമ്മളെന്തോ ഭയങ്കര സംഭവം ആയിരിക്കും. അർബാന ഉന്തല അല്ലേ, അങ്ങനെയൊക്കെ പറയാറില്ലേ ഗൾഫിൽ പണ്ട് അല്ലേ, അർബാനേൻ്റെ ഡ്രൈവറാന്നൊക്കെ പറയായിരുന്നു. സംഭവം എന്താണ്? ഇത് തള്ളിക്കൊണ്ടുപോവുകയാണ്, മണ്ണും കട മറ്റേ കല്ലൊക്കെ ചേർത്തിട്ട് ഉന്തിക്കൊണ്ടുപോകുന്ന പരിപാടിയായിരിക്കും. അർബാനേൻ്റെ ഡ്രൈവറാണ് എൻ്റെ കെട്ടിയോ എന്നൊക്കെ പറയായിരുന്നു പണ്ട്. അപ്പോൾ അർബാന എന്ന് പറഞ്ഞാൽ ഒറ്റച്ചക്ര ഉന്തുവണ്ടിയാണ്, ഒറ്റച്ചക്ര ഉന്തുവണ്ടി, അർബാന. ഓക്കെ, അതാണ് എന്ത്? വീൽ ബാരോ എന്ന് പറയുന്നത്. പിന്നെ വീൽ ചെയർ ശരിക്കും ഒരു ലഘുയന്ത്രം അല്ല, പക്ഷേ പറയുമ്പോൾ എന്താണ് 2ാം വർഗത്തിൽ നമുക്ക് പെടുത്താം. വീൽ ചെയർ, വീൽ ബാരോ. അപ്പോൾ വീൽസ് എന്നുള്ളിടത്ത് വീൽ ചെയറും വീൽ ബാരോയും 2 ഓർമ്മിക്കുക. പിന്നെയോ നാരങ്ങാഞ്ഞെക്കിയാണ്, ലെമൺ സ്ക്വീസർ. നാരങ്ങ പിഴിയുന്ന സാധനം കണ്ടില്ലേ, അതാണ് നാരങ്ങാഞ്ഞെക്കി, ലെമൺ സ്ക്വീസർ അല്ലെങ്കിൽ ലൈം സ്ക്വീസർ എന്നൊക്കെ പറയും. പിന്നെ ബോട്ടിൽ എന്നുള്ളിടത്ത് എന്ത് കിട്ടണം? ബോട്ടിൽ ഓപ്പണർ, സോഡയുടെ അടപ്പ് തുറക്കാനും അല്ലേ, ഇതിൻ്റെയൊക്കെ അടപ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഓപ്പണർ അല്ലേ, ഓക്കെ, അതാണ് ബോട്ടിൽ ഓപ്പണർ. അപ്പോൾ ഇതൊക്കെ ഏതിൽ വരും? 2ാം വർഗ ഉത്തോലകങ്ങൾ പെടുന്നതാണ്. പാക്ക് വെട്ടി, പിന്നെ വീൽ ചെയർ, വീൽ ബാരോ, നാരങ്ങഞ്ഞെക്കി, ബോട്ടിൽ ഓപ്പണർ, ഇതൊക്കെ ഏതിൽ വരും? 2ാം വർഗ ഉത്തോലകങ്ങളിൽ വരുന്നതെന്ന് ഓർമ്മ. അപ്പോൾ 1ാം വർഗം ത്രാസ്, കത്രിക, കപ്പി, പ്ലെയർ, പുള്ളർ, സ്പാനർ, ക്രോബാർ, സീസോ 1ാം വർഗം. 2ാം വർഗത്തിൽ ഇത് എന്താണ്? വെള്ളം അടിക്കുന്ന ഒരു സീന് മനസ്സിൽ വെക്കുക. 2 പാക്ക് വിൽസും നാരങ്ങയൊക്കെ ആയിട്ട് ബോട്ടിലിരുന്ന് വെള്ളം അടിക്കുന്നതായിട്ട് ഓർമ്മിക്കുക. 2ാം വർഗ ഉത്തോലകങ്ങൾ ഇത്രയും അതിൽ നിന്ന് കിട്ടിക്കോളും. ഇനി
മൂന്നാം വർഗ ഉത്തോലകങ്ങൾ, തേർഡ് ഓർഡർ ലിവേഴ്സ്. മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ ചവണ, ചൂണ്ട, ഐസ് ടോങ്സ്. ഐസ് ടോങ്സ് നമുക്ക് കേട്ടിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ട, ഐസ് ടോങ്സ്. ഐസ് ടോങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഐസ് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് എടുത്തിടാൻ ഉപയോഗിക്കുന്ന സാധനമാണോ? ഒന്നുമില്ല. നിങ്ങൾ സ്കൂളിൻ്റെ അടുത്തൊക്കെയുള്ള കച്ചവടം കണ്ടില്ലേ, മറ്റേ സ്കൂളിൻ്റെ അടുത്തല്ല എല്ലായിടത്തിലും ഉണ്ടാവും, ഈ ഉപ്പിലിട്ട് വെക്കുന്ന നെല്ലിക്ക, മറ്റേ ഒരുവിധ സാധനം തിന്നാൻ പറ്റുന്ന ഒരുവിധം എല്ലാ സാധനവും എടുത്ത് ഉപ്പിലിടുമല്ലോ. അപ്പോൾ അത് എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം കണ്ടില്ലേ നിങ്ങൾ? അതാണ് സാധനം. അതേകൂടി ഉപയോഗിച്ച് തന്നെയാണ് ഐസും എടുക്കുക. അപ്പോൾ ഐസ് ടോങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയ സാധനമല്ലേ ട്യൂസർ, ആ ട്യൂസറിൻ്റെ വലിയൊരു രൂപം അതാണ് ഐസ് ടോങ്സ് എന്ന് പറയുന്നത്. അപ്പം ഐസ് ടോങ്സ്, പിന്നെയോ ചവണ, ഇതാണ് നേരത്തെ പറഞ്ഞ ചവണ അല്ലെങ്കിൽ ട്യൂസേഴ്സ് എന്ന് പറയും. ട്യൂസേഴ്സ്, ഈ സ്വർണ്ണപ്പണിക്കാർ, അതേപോലെ മെഡിക്കൽ ഫീൽഡിൽ അല്ലേ, ട്യൂസേഴ്സ്. അപ്പം ചവണ, ഐസ് ടോങ്സ്, പിന്നെ ചൂണ്ട, ഫിഷിംഗ് റോഡ് അഥവാ ചൂണ്ട. ഇതൊക്കെ എത്രാം വർഗ ഉത്തോലകങ്ങളിൽ പെടുത്താം? മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ പെടുത്താം. വേണമെങ്കിൽ ഐസ് ചവച്ചു എന്നിട്ടാൻ പറഞ്ഞാൽ മതി. ഐസ് ചവച്ചു. ഓക്കെ, ഐസ് ചവച്ചു എന്ന് പറഞ്ഞാൽ ഐസ് ടോങ്സും ചവണയും ചൂണ്ടയും കിട്ടും. അത് മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഒന്നാം വർഗം, രണ്ടാം വർഗം, മൂന്നാം വർഗം, ആ ഒരു വേർതിരിവ് പറഞ്ഞിരിക്കുക. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം പരീക്ഷകൾ വരുന്നതാണ്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട SCERTയിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ടിപ്സ് ഉപയോഗിച്ച് പഠിച്ചതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.